Hi all. ഇതുവരെ നമ്മൾ ഡിസ്പോസൽ മെത്തേഡിൽ ഡിസ്പോസൽ ബൈ ഡയലൂഷൻ മെത്തേഡ് എന്താണെന്ന് കണ്ടു. ഇനി ഈ വീഡിയോയിൽ ഡിസ്പോസൽ ബൈ ലാൻഡ് ട്രീറ്റ്മെന്റ് ആണ് നോക്കാൻ പോകുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഡിസ്പോസൽ ബൈ ലാൻഡ് ട്രീറ്റ്മെന്റ്? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് കംപ്ലീറ്റ്ലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ whenever it gets spreaded on the surface of land, what happens is ഈ waste water എന്ത് ചെയ്യും? This will start to evaporate. അപ്പോൾ ഒരു portion of water, if the sunlight is proper, നല്ല dry season ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് evaporate ചെയ്ത് പോകും. അങ്ങനെ ഒരു പോർഷൻ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. ബാക്കിയുള്ള ഒരു പോർഷൻ എന്ത് ചെയ്യും? സ്ലോലി it will start to percolate into the ground. So basically two processes occur over there. One is evaporation of wastewater from land surface. The other one is percolation of wastewater into the ground. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവശേഷിക്കുന്ന മാറ്റർ ഏതായിരിക്കും? സസ്പെൻഡഡ് സോളിഡ്സ്. And these suspended solids, ഈ suspended solids will be partly acted upon by the bacteria. Okay, കുറച്ച് പോർഷൻ ബാക്ടീരിയൽ പ്രോസസ്സ് വഴി പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവും. And they will be partially oxidized by exposure to atmospheric action. അതൊരു എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഹീറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്, ടെമ്പറേച്ചർ, ഹീറ്റ്, ഓക്കെ, ദെൻ ലൈറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. അത്തരത്തിൽ കോണ്ടാക്ട് കാരണം അറ്റ്മോസ്ഫിയറിക് ഫിനോമിന കാരണം കുറച്ച് പോർഷൻ ഓക്സിഡേഷനും സംഭവിക്കുന്നു. അത്തരത്തിൽ ഇത് ബാക്ടീരിയൽ ആക്ഷനും ഓക്സിഡേഷനും നടക്കുന്ന ഒരു നടന്നിട്ടാണ് ഈ ഒരു സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടാവുക അവിടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സസ്പെൻഡഡ് സോളിഡ്സ് ദിസ് വിൽ ആക്ട് ആസ് എ ഫെർട്ടിലൈസർ. അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഈ ലാൻഡിന്റെ മുകളിലുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോപ്സ് ഫാമിങ് ക്രോപ്സ്, അതായത് നമുക്ക് ക്യാഷ് ക്രോപ്സ് എന്നുള്ള രീതിയിലുള്ള അഗ്രികൾച്ചറൽ പ്രോസസ് ഒക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ലാൻഡ് ട്രീറ്റ്മെന്റ് മെത്തേഡിന് നമ്മൾ സീവേജ് ഫാമിംഗ് എന്നും കൂടി പറയും. അതായത് ഫാമിംഗ് പ്രോസസ്സിൽ വാട്ടറിന് വേണ്ടി നമുക്ക് ഇവിടെ വേസ്റ്റ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രോപ്പ് ഫുഡ് ക്രോപ്സ് അല്ല, ക്യാഷ് ക്രോപ്സ് ആണ്. അപ്പോൾ ക്യാഷ് ക്രോപ്സ് ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ വേസ്റ്റ് വാട്ടർ യൂസ് ചെയ്യാം. Now, when all can we utilize this method of land treatment, or what are the conditions favorable for land treatment? അതൊന്ന് നോക്കാം. So conditions favorable for land treatment or suitability. Okay, ഏറ്റവും ആദ്യം നമ്മൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ലാൻഡിലേക്കാണ് ഈ വേസ്റ്റ് വാട്ടർ കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്യാൻ പോകുന്നത് നോക്കണം. So the first case is it should be composed of sandy, loamy or alluvial soil. അത്തരം സോയിൽസ് മാത്രമേ പ്രോപ്പർ എയറേഷൻ ഉണ്ടാവുള്ളൂ, പ്രോപ്പർ പോറോസിറ്റി ഉണ്ടാവുള്ളൂ. സോ the process of aerobic decomposition will happen. അപ്പം ഇങ്ങനെയുള്ള സോയിലിൽ കൊടുത്തു കഴിഞ്ഞാൽ എയറോബിക് ഡികമ്പോസിഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ പോറോസിറ്റിയും പ്രോപ്പർ ആയിട്ടുള്ള എയറേഷൻ പ്രോസസ്സും ഇല്ലാത്തൊരു സോയിലിലേക്കാണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ what happens is anaerobic decomposition will start and the area will get കംപ്ലീറ്റ്ലി എ ഫൗൾ സ്മെൽ. അത്തരത്തിൽ ഫൗൾ സ്മെൽ വരുന്ന രീതിയിലേക്ക് നമുക്ക് ഒരിക്കലും ലാൻഡ് ട്രീറ്റ്മെന്റ് പ്രിഫർ ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ദി ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. ഗ്രൗണ്ട് വാട്ടർ ടേബിൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു റെയിനി സീസൺ വരുമ്പോഴേക്കും ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിലേക്ക് വാട്ടർ ലെവൽ വരും. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരിക്കലും നമുക്ക് ഈ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മൊമെന്റ് വി push waste water into the ground, this will start polluting the groundwater. അപ്പോൾ ഒരുപാട് നല്ല ആഴത്തിൽ ഈവൻ റെയിനി സീസണിൽ പോലും സർഫേസിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഡിഫറൻസിലേക്ക് ഗ്രൗണ്ട് വാട്ടർ ലെവൽ വരാത്ത രീതിയിൽ നല്ല ഡീപ്പായിട്ട് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉള്ള സ്ഥലങ്ങളിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റെയിൻ ഷാഡോ റീജിയൻസ് ഒക്കെ, അതായത് ലീവേർഡ് സൈഡിൽ ഒരു മൗണ്ടൈൻ്റെ ലീവേർഡ് സൈഡിലോ റെയിൻ ഷാഡോ റീജിയൻസിലൊക്കെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ഒരു സീസണിൽ അല്ലെങ്കിൽ ഒരു ഇയറിൽ ചെറിയ ദിവസങ്ങളിൽ മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലാൻഡ് ട്രീറ്റ്മെന്റ് മെത്തേഡ് ഓഫ് ഡിസ്പോസൽ ഓഫ് ലാൻഡ് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റെയിൻഫോൾ കുറവുള്ള പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് വൺ ഈസ് ദ അനദർ കണ്ടീഷൻ, ദ റെയിൻഫോൾ ഇൻ ദ ഏരിയ ഈസ് ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഈസ് ഇങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞു ഡിസ്പോസൽ ബൈ ഡയലൂഷൻ. ആ ഡിസ്പോസൽ ബൈ ഡയലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേസ്റ്റ് വാട്ടർ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിവർ വാട്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. അത്തരത്തിലൊരു നാച്ചുറൽ റിവർ വാട്ടർ സോഴ്സ് നമുക്ക് ഇല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ്
പ്രിഫർ ചെയ്യാം. എഗെയിൻ നമുക്കൊരു അഗ്രികൾച്ചറൽ ഫുഡ് ക്രോപ്സ് ചെയ്യുന്ന ഏരിയയിൽ പ്രിഫർ ചെയ്യാൻ പാടില്ല. ക്യാഷ് ക്രോപ്സിന് നല്ല ഡിമാൻഡുള്ള ഏരിയ ആണെങ്കിൽ അത്തരത്തിലുള്ള ഏരിയയിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ ലാർജ് ഓപ്പൺ ഏരിയസ്, പ്ലെന്റി ഓഫ് ഓപ്പൺ ഏരിയ ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം. കംപ്ലീറ്റ് കോമ്പാക്റ്റഡ് റെസിഡൻഷ്യൽ ഏരിയ വരുന്ന സ്ഥലത്തൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഓപ്പൺ ഏരിയസിൽ തന്നെ വി ഷുഡ് ഹാവ് ഓൾവേസ് ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ്. ഒരു ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും വേറൊരു ലാൻഡ് അവൈലബിൾ ആയിരിക്കണം. അത്തരത്തിൽ പ്ലെന്റി ഓഫ് ഓപ്പൺ ഏരിയ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. Now let us see what are the principal process of land treatment or principal ways of land treatment. ഇതിന് ബ്രോഡ്ലി നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത് ബ്രോഡ് ഇറിഗേഷൻ അല്ലെങ്കിൽ സീവേജ് ഫാമിംഗ് എന്ന് പറയും. രണ്ടാമത്തത് ഓവർലാൻഡ് ഫ്ലോ. മൂന്നാമത് റാപ്പിഡ് ഇൻഫിൽട്രേഷൻ ഓർ ഇൻഫിൽട്രേഷൻ പെർക്കുലേഷൻ മെത്തേഡ്. അത്തരത്തിൽ 3 വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലാൻഡ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ലെറ്റ് us see what is broad irrigation method. So this involves controlled discharge of sewage. Controlled discharge of sewage. അത്തരത്തിൽ ചെയ്യുന്ന ഇറിഗേഷനെയാണ് അത്തരത്തിൽ ചെയ്യുന്ന ലാൻഡ് ട്രീറ്റ്മെന്റിനെയാണ് ബ്രോഡ് ഇറിഗേഷൻ ഓർ സീവേജ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇത് ഇൻ അഡീഷൻ ടു ഡിസ്പോസൽ ഓഫ് സീവേജ് ദിസ് വിൽ ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ക്രോപ്പ് ഫീൽഡ്. എത്തരത്തിലുള്ള ക്രോപ്പാണ്? ക്യാഷ് ക്രോപ്സ് ആണ്, ലൈക്ക് കോട്ടൺ, ഈവൻ ഷുഗർ കെയിൻ കൺട്രോൾ മെത്തേഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പ്ലാന്റെയിൻസ്, ദെൻ പൊട്ടറ്റോസ് ആൻഡ് ഗ്രാസ്, ഈ രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു സീ ദ yield 33% improvement in yield can be seen. അപ്പോൾ നമ്മളിവിടെ ഷുഗർ കെയിൻ പൊട്ടറ്റോസിനൊക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഡിപ്പെൻസ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് വേസ്റ്റ് വാട്ടർ. ഓക്കെ, നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള കൺസംഷന് ഹാംഫുൾ ആയിട്ടുള്ള കാറ്റഗറി ടൈപ്പ് ഓഫ് വാട്ടർ ആണെങ്കിൽ അവിടേക്ക് ഡിസ്പോസൽ ചെയ്യാൻ പറ്റില്ല. ഇഫ് ഇറ്റ് ഈസ് എ കമ്പാരറ്റീവ്ലി നത്തിങ് ഹാംഫുൾ, അത്തരത്തിലുള്ള വേസ്റ്റ് വാട്ടർ എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പ് ഓഫ് ഈ ക്രോപ്സിലേക്ക് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. സോ ദിസ് വിൽ ഹാവ് ആ ഒരു സസ്പെൻഡഡ് സോളിഡ് മാറ്റർ വോട്ട് എവർ ലെഫ്റ്റ് ഓവർ ദ ഗ്രൗണ്ട്, ദിസ് വിൽ ഹാവ് എൻ നമ്പർ ഓഫ് ഫെർട്ടിലൈസിങ് എലമെന്റ്സ്, പ്രത്യേകിച്ച് നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാഷ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഫെർട്ടിലൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നതും നമുക്ക് ക്രോപ്പ് ഈൽഡ് ഇൻക്രീസ് ചെയ്ത് തരുന്നതും. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന എഫ്ലുവന്റ്, നമ്മൾ കൊടുക്കുന്ന വേസ്റ്റ് വാട്ടർ ദാറ്റ് ഷുഡ് ബി സേഫ് അല്ലാതെ ഹാംഫുൾ ടോക്സിക് എലമെന്റ് ഉള്ള വേസ്റ്റ് വാട്ടർ ആണ് ഒരു കാരണവശാലും ലാൻഡ് ട്രീറ്റ്മെന്റ് മെത്തേഡ് എസ്പെഷ്യലി ഫോർ ഫാർമിംഗ് പ്രോസസ് വി ഷുഡ് നോട്ട് യൂസ് ഇറ്റ്. Okay, so if you want to during exam, in addition to explanation, just draw this figure too. Okay, so this is the land. Okay, so you can show the root zone, again crop, then what method of broad irrigation you can use. Either you can use sprinkler irrigation, surface irrigation, furrow irrigation, flooded method, basin method, and then depending upon the type of crop. But for example, if it is a coconut tree ആണ് നമ്മൾ ഏത് type of method use ചെയ്യും, we will prefer basin irrigation, അല്ലെങ്കിൽ അതിൽ തന്നെ specifically ring irrigation use ചെയ്യും. നേരെ മറിച്ച് ഒരു paddy field ആണ് നമ്മൾ എന്ത് ചെയ്യും, we will use flooded irrigation. അതിൽ തന്നെ കൺട്രോൾഡ് ചെക്ക് ഇറിഗേഷൻ ടൈപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അൺകൺട്രോൾഡ് മെത്തേഡിലൊക്കെ ഫ്ലഡ് ഇറിഗേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പാഡി ഫീൽഡിലൊക്കെ പോകുമ്പോൾ മെജോറിറ്റി സീസണിൽ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ഇറിഗേഷൻ ടൈപ്പിലോട്ട് നമ്മൾ പ്രിഫർ ചെയ്യും. അതല്ലാതെ നമുക്ക് ഒരു ലോൺ അല്ലെങ്കിൽ ഒരു ഗ്രാസി ലാൻഡ് ഒക്കെ ആണെങ്കിൽ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ പ്രിഫർ ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ബ്രോഡ് ഇറിഗേഷൻ നമുക്കിവിടെ പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് മെത്തേഡാണ് ബ്രോഡ് ഇറിഗേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് മെത്തേഡാണ് ഓവർലാൻഡ് ഫ്ലോ. ഇത് നമുക്കൊരു ഇംപെർമിബിൾ ലാൻഡ് ആണ്, കമ്പാരിറ്റീവ്ലി ലെസ് ഇംപെർമിബിൾ ലാൻഡ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ലാൻഡിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഓവർലാൻഡ് ഫ്ലോ. ഹിയർ ദ ലാൻഡ് വിൽ ബി ഹാവിംഗ് എ സ്ലോപ്പ് ഓഫ് 2 to 8% ആൻഡ് ദ വേസ്റ്റ് വാട്ടർ വിൽ ഫ്ലോ ആസ് എ തിൻ ലെയർ ആൻഡ് അപ്പിയർ ആസ് റൺ ഓഫ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇവിടെ ഓവർലാൻഡ് ഫ്ലോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിൻലി ഗ്രാസി ലാൻഡ്സിൽ വരവ് നമുക്ക് സോയിൽ ഇറോഷൻ ഒക്കെ വരുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാസ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ലാൻഡ്സിൽ, അത്തരം ലാൻഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ ഓവർഫ്ലോ മെത്തേഡ്, ഓവർലാൻഡ് ഫ്ലോ അല്ലെങ്കിൽ റൺ ഓഫ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഫോർ ദിസ് ഇങ്ങനെയുള്ള ഗ്രാസി ലാൻഡിൽ യൂസ് ചെയ്യുമ്പോൾ ഇൻ അഡീഷൻ ടു പ്രിവെൻഷൻ ഓഫ് ഇറോഷൻ, what happens is this will act as a habitat for microorganism.
ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ ലിവിങ് ഫിൽട്ടർ എന്നും കൂടി പറയും. മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി ഗ്രാസി സ്ലോപ്പി ലാൻഡിലായിരിക്കും. ഇത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒട്ടുമിക്ക കേസിലും യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് വാട്ടർ ബൈ ലാൻഡ് ട്രീറ്റ്മെന്റ് മെത്തേഡ്, എസ്പെഷ്യലി ബൈ overland flow on grassy land. So if you now need to represent it by figure, represent it like this. Okay, so this is a slopy land of 2 to 8% where the water will percolate. In addition to percolation, this will flow as runoff. Either you can use sprinkler or surface irrigation. If it is slopy land, in a majority case they will prefer sprinkler irrigation. അപ്പോൾ നമുക്കിവിടെ ഇത് വെസ്റ്റേൺ കൺട്രീസിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ആൻഡ് ദാറ്റ് ടു ബൈ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഹൈലി പെർമിബിൾ ആയുള്ള സോയിലിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റാപ്പിഡ് ഇൻഫിൽട്രേഷൻ മെത്തേഡ്. അപ്പോൾ ഇത്തരത്തിൽ യൂസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ദ വേസ്റ്റ് വാട്ടർ ഇസ് നോട്ട് ദറ്റ് മച്ച് ഹാംഫുൾ. വലിയ ഒരു ട്രീറ്റ്മെന്റ് പ്രോസസ്സിലൊന്നും പോവാതെ ഡയറക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേസ്റ്റ് വാട്ടർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റാപ്പിഡ് ഇൻഫിൽട്രേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. വാട്ട് ഹാപ്പൻസ് ഈസ് whenever we put the water onto the ground, directly this will percolate down into the groundwater. അത്രമാത്രം നല്ലൊരു പെർമിബിൾ സോയിൽ ആണെങ്കിൽ this will facilitate infiltration or percolation to the groundwater. അപ്പോൾ groundwater recharge processനും യൂസ് ചെയ്യാൻ പറ്റും. Since it is used for groundwater recharge, make sure that the wastewater used is not that much polluted. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ once it percolate through the soil, ആ സോയിലിലൂടെ പെർക്കുലേഷൻ ചെയ്ത് ഗ്രൗണ്ട് വാട്ടറിലേക്ക് റീചാർജ് ആയിട്ട് എത്തുന്ന നിമിഷം കൊണ്ട് തന്നെ പ്രോപ്പർ ഫിൽട്രേഷൻ, പ്രോപ്പർ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വേസ്റ്റ് വാട്ടർ ടു ഗുഡ് വാട്ടർ. അപ്പോൾ നമ്മൾ കൺസ്യൂമബിൾ ആയിട്ടുള്ള വാട്ടർ റേഞ്ചിലേക്ക് അത് പ്യൂരിഫൈ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വേസ്റ്റ് വാട്ടർ വിച്ച് വിൽ ബി ലെസ് പൊല്യൂട്ടഡ്, അത്തരത്തിലുള്ള വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോസസ്സിൽ റാപ്പിഡ് ഫിൽട്രേഷൻ പ്രോസസ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാട്ടർ പമ്പ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇന്റർമീഡിയൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ കൊടുക്കുമ്പോൾ ദിസ് മേ ബി ഒരു തവണ പമ്പ് ചെയ്ത് കൊടുത്ത് ഒരു ഫ്യൂ ഡേയ്സ് അത് കീപ്പ് ചെയ്യാം, ചിലപ്പോൾ ഇത് ഒരു 6 മാസത്തേക്ക് കീപ്പ് ചെയ്യാം. അതിനുശേഷം കംപ്ലീറ്റ്ലി അത് പെർക്കുലേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത ബാച്ച് ഓഫ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇഫ് യു വോണ്ട് ടു draw it like this. So here infiltration process ഇവിടെ occur ചെയ്യുന്നുണ്ട്. So infiltration or percolation through the unsaturated zone. So directly this will recharge the water table. Upon water table, in the previous level of water table was this. Once the percolation or infiltration occurs, what happens is the level of water will rise up. Recharge ചെയ്ത് improvement in groundwater recharge can be observed. Okay, അപ്പോൾ ഇത്തരത്തിൽ ഇത് ഈ ഒരു റീചാർജ് പ്രോസസ്സിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ തന്നെ പ്രോപ്പർ ഫിൽട്രേഷൻ പ്രോസസ് വിൽ ബി ഹാപ്പനിങ് ഓവർ ദർ. അത്തരത്തിലുള്ള പെർമിബിൾ സോയിൽസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ടൈപ്പ് ഓഫ് ഇറിഗേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നൗ ലെറ്റ് us see the method or application of water into the ground. സോ നമ്മളിപ്പം ഇവിടെ 3 മെത്തേഡ്സ് പറഞ്ഞു അല്ലേ, അതായത് ബ്രോഡ് ഇറിഗേഷൻ മെത്തേഡ് പറഞ്ഞു നമ്മൾ, ദെൻ ലാൻഡ് റൺ ഓഫ്, ഓവർലാൻഡ് റൺ ഓഫ് പറഞ്ഞു, അതിനുശേഷം നമ്മൾ റാപ്പിഡ് ഇൻഫിൽട്രേഷൻ മെത്തേഡ് പറഞ്ഞു. ഈ ഒരു പ്രിൻസിപ്പിൾ വേസ്, ഈ 3 വേസിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ വാട്ടർ അവിടെ അപ്ലൈ ചെയ്യുന്നത്, ജസ്റ്റ് ഡയറക്ട്ലി പമ്പിങ് ആണോ അതോ സ്പ്രിംഗ്ലർ ആണോ, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ്സിലാണ് നമ്മൾ വാട്ടർ അതിന് ആ ഒരു സർഫേസിലേക്ക് ആ ഒരു മെത്തേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ദീസ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഇസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 types. They are sprinkler, subsurface and surface irrigation. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് is sprinkler irrigation. അപ്പോൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗ്രാസി ലാൻഡ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് സ്പ്രേ ഇറിഗേഷൻ ഓർ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. വാട്ട് ഹാപ്പൻസ് ഈസ് we will spread the sewage over the land through the noses fitted on the top of the pipes. അപ്പോൾ ഇത് പോപ്പപ്പ് ചെയ്ത് ഇതൊരു ലോൺ ടൈപ്പ് സ്പ്രിംഗ്ലർ ആണ്, പോപ്പർ സ്പ്രിംഗ്ലർ ആണ്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ദിസ് വിൽ പോപ്പ് അപ്പ് ടു ദി സർഫേസ്, അതായത് താഴെവശത്ത് കിടക്കുന്നതായിരിക്കും. നമ്മൾ ഓൺ ചെയ്യുന്നതിനനുസരിച്ച് ഇത് പോപ്പ് ചെയ്ത് മുകളിലോട്ട് വരും, അതിനുശേഷം ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇറിഗേറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പ്രിംഗ്ലേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, സീവേജ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് the working is it will work under pressure and this will pump out water to the
gardens or lawns. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡ്. അപ്പോൾ സാൻഡി സോയിൽസ് അല്ലെങ്കിൽ ഹില്ലി ലാൻഡ്, സ്റ്റീപ്പ് സ്ലോപ്പ് ഉള്ള ഹില്ലി ലാൻഡ്സിൽ വെറെവർ വാട്ടർ കനോട്ട് ബി മെയ്ഡ് സ്റ്റാഗ്നന്റ്, അത്തരത്തിലുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സോയിൽ എറോഷൻ ടൈപ്സ് ഗ്രാസി ലാൻഡിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പ് ലോൺ സ്പ്രിംഗ്ലേഴ്സ് യൂസ് ചെയ്തിട്ട് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. So now the next method is subsurface ഇറിഗേഷൻ. അപ്പോൾ ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് ലാൻഡിൽ അതിൻ്റെ റൂട്ട് സോണിലോട്ടാണ് വാട്ടർ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് പൈപ്പ്സ് ലേ ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ആ അണ്ടർഗ്രൗണ്ട് പൈപ്പ്സ് വഴി ഓരോ പ്ലേസിലും പെർട്ടിക്കുലർ പോയിന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വാട്ടർ പമ്പ് ചെയ്ത് കൊടുക്കും. അണ്ടർഗ്രൗണ്ട് ആണ് ഇത് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി എവിടെയാണ് ആ ക്രോപ്പിന്റെ റൂട്ട് സോൺ വരുന്നത് ആ പോർഷനിലേക്കായിരിക്കും ഇതിന്റെ പമ്പിങ് വരുന്നത്. സോ ഡയറക്റ്റ്ലി ഫ്രം ദർ ദ വാട്ടർ വിൽ ബി സാക്ഡ് ബൈ ദി പ്ലാന്റ്സ്. ഓക്കെ, ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡ്രൈയസ്റ്റ് ലാൻഡ് ഉള്ള ഏരിയയിലൊക്കെ, അതായത് വാട്ടർ നമ്മൾ സർഫസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മെജോറിറ്റി പോർഷൻ വിൽ ബി ലോസ്റ്റ് ആസ് ഇവോപ്പറേഷൻ. അത്തരത്തിലുള്ള ഏരിയയിൽ ആ ഇവോപ്പറേഷൻ കുറക്കാൻ വേണ്ടി കൊടുക്കുന്ന വെള്ളം, നമുക്ക് വാട്ടർ അധികം ഇല്ല, അപ്പോൾ കൊടുക്കുന്ന വെള്ളം ഡയറക്റ്റ്ലി ആ ക്രോപ്പിന് തന്നെ കൊടുക്കാൻ വേണ്ടി റൂട്ട് സോൺ അപ്ലൈയിങ് ഓഫ് വാട്ടർ, ആ റൂട്ട് സോണിലേക്ക് തന്നെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ, ആ ഒരു തരത്തിലുള്ള മെത്തേഡാണ് സബ്സർഫസ് ഇറിഗേഷൻ. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഡിഗ് ചെയ്ത് ഓരോ ക്രോപ്പിന്റെയും അനുസരിച്ച് അതിന്റെ റൂട്ട് സോൺ എവിടെയാണോ, റൂട്ട് സോൺ ഡെപ്ത് എവിടെയാണോ, കാരണം റൂട്ട് സോണിൽ താഴേക്ക് നമ്മൾ വെള്ളം കൊടുത്തിട്ട് കാര്യമില്ല. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും വെള്ളം ആ ഒരു ക്രോപ്പിന് കിട്ടില്ല. പകരം എന്ത് ചെയ്യുന്നത്, അത് ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ പെർക്കുലേഷൻ വഴി ഡീപ് ഗ്രൗണ്ടിലേക്ക് പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ റൂട്ട് സോൺ ഡെപ്ത് എത്രയാണോ, ഓരോ ക്രോപ്പിന്റെയും റൂട്ട് സോൺ ഡെപ്ത് എത്രയാണോ അതിനനുസരിച്ച് ആ ലെവലിൽ വേണം നമ്മൾ ഈ വാട്ടർ കൊടുക്കാൻ. അപ്പോൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡയറക്ട്ലി ദ വാട്ടർ വിൽ ബി അവൈലബിൾ ഫോർ ദ ക്രോപ്പ് ആൻഡ് ദ ക്രോപ്പ് വിൽ യൂട്ടിലൈസ് ദറ്റ് വാട്ടർ. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർ യൂസിങ് ദിസ് മെത്തേഡ് നമുക്ക് എപ്പോഴും ചെയ്യേണ്ടി വരുന്ന എന്താ സംഭവിക്കുന്നത്, വി ഹാവ് ടു ഡിഗ് ദ സോയിൽ ഔട്ട്. ഏതാണോ പ്രോപ്പർ ഡെപ്ത് ആ ഡെപ്തിൽ ചെയ്യണം. അപ്പോൾ ഓരോ തവണയും ഓരോ ക്രോപ്പിനനുസരിച്ച് എത്രയാണോ ഡെപ്ത് അതിനനുസരിച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സ്കവേഷൻ പ്രോസസ്സ് ഹെക്ടിക് വർക്കാണ്. മോർ ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ഡൺ ഫോർ ദിസ് പ്രോസസ്സസ്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു മെത്തേഡ് കൊണ്ട് ലൈക്ക് ദിസ് ഓൾസോ യു ക്യാൻ യൂസ് ലാൻഡ് ട്രീറ്റ്മെന്റ് മെത്തേഡ്. ഇപ്പോൾ സ്പ്രിംഗ്ലർ ടൈപ്പും കഴിഞ്ഞ് സബ്സർഫസ് ഇറിഗേഷൻ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സർഫസ് ഇറിഗേഷൻ. ഇപ്പോൾ സർഫസ് ഇറിഗേഷനിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. ലൈക്ക് ബേസിൻ മെത്തേഡ്, ഫ്ലഡിംഗ് മെത്തേഡ്, ഫെറോ മെത്തേഡ്, ഇതല്ലാതെ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ചെക്ക് മെത്തേഡ്, ബോർഡർ മെത്തേഡ്, അങ്ങനെ ഒരുപാട്. നമ്മൾ ബേസിക്കലി 3 മെത്തേഡ് മാത്രം ഫോക്കസ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് ബേസിൻ മെത്തേഡ്. അത് തന്നെ ഞാൻ ഇവിടെ 2 ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് റിംഗ് ബേസിൻ ആൻഡ് ദിസ് ഈസ് ചെക്ക് ബേസിൻ. അപ്പോൾ ഈ തരത്തിൽ, അതായത് വെള്ളം കെട്ടി നിർത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഫ്ലഡഡ് മെത്തേഡ്. ഈ ഫ്ലഡഡ് മെത്തേഡ് തന്നെ കൺട്രോൾഡ് ഫ്ലഡിങ് ഉണ്ട്. നമ്മൾ മിക്കവാറും പാഡി ലാൻഡിലൊക്കെ കൊടുക്കുന്ന ഈ ചെക്ക് ബേസിൻ എന്ന് പറയുന്നത് കൺട്രോൾഡ് ഫ്ലഡിങ് ആണ്. അതേപോലെ വൈൽഡ് ഫ്ലഡിങ് ഉണ്ട്. അതായത് മഴക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റും. നല്ല റെയിനി സീസൺ വന്നു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ അതിന്റെ പീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പാഡി ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അൺകൺട്രോൾഡ് ഫ്ലഡിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫ്ലഡിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഫെറോ മെത്തേഡ്, അതായത് 2 സൈഡിലും ഫെറോസ് ക്രിയേറ്റ് ചെയ്ത ഫെറോസിലേക്കൂടെ ഡിസ്ചാർജ് കൊടുക്കുന്ന രീതിയിൽ. അപ്പോൾ ഇത്തരത്തിലും നമുക്ക് സീവേജ് വാട്ടർ ഡിസ്പോസ് ചെയ്യാം. സോ ദീസ് ആർ ദി മെത്തേഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് സർഫസ് ഇറിഗേഷൻ ടൈപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സീവേജ് ഡിസ്പോസലിൽ 3 പ്രിൻസിപ്പൽ വേസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് ബ്രോഡ് ഇറിഗേഷൻ, ഓവർലാൻഡ് റൺ ഓഫ് ആൻഡ് റാപ്പിഡ് ഇൻഫിൽട്രേഷൻ. അതിനുശേഷം നമ്മൾ മെത്തേഡ് എങ്ങനെയാണ് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത് സർഫസിലോട്ട്, അതിൽ നമ്മൾ 3 ടൈപ്പ് പറഞ്ഞു. ലൈക്ക് subsurface irrigation, then basin irrigation and surface irrigation. Surface irrigation subsurface irrigation, surface irrigation and sprinkler irrigation. അല്ലെങ്കിൽ സർഫസ് ഇറിഗേഷനിൽ തന്നെ വീണ്ടും പല മെത്തേഡ് പറഞ്ഞു. ഏതൊക്കെയാണ്? ബേസിൻ മെത്തേഡ്, ഫ്ലഡിംഗ് മെത്തേഡ് ആൻഡ് ഫെറോ മെത്തേഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ലാൻഡ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമ്മൾ ഈ ലാൻഡ് ട്രീറ്റ്മെന്റ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഓവർ ഡിസ്ചാർജ് ഓഫ് സീവേജ് ഇൻ ടു ദി ലാൻഡ് മേ ഹാപ്പൺ. അപ്പൊ അത്തരത്തിൽ ഓവർ ഡിസ്ചാർജ് ഓഫ് സീവേജ് ലാൻഡിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള എയറോബിക് ഡികമ്പോസിഷൻ നടക്കില്ല. അപ്പൊ അനേറോബിക് ഡികമ്പോസിഷൻ നടക്കും, ഫൗൾ സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ ലാൻഡിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം എയറോബിക് ഡികമ്പോസിഷന് ചാൻസ് കുറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സോയിലിന്റെ എല്ലാ പോർസും എല്ലാ വോയിഡ്സും ഈ
വേസ്റ്റ് വാട്ടർ സോളിഡ്സ് കാരണം ക്ലോഗ് ചെയ്തിട്ടുണ്ടാവും. ദർ വിൽ ബി നോ പ്രോപ്പർ എയറേഷൻ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ എയറോബിക് ഡികമ്പോസിഷൻ നടക്കില്ല, അനേറോബിക് ഡികമ്പോസിഷൻ നടക്കും. അപ്പോൾ ഇത്തരത്തിൽ ആ ലാൻഡ് കംപ്ലീറ്റ്ലി സ്റ്റിക്ഡ് സോയിലായിട്ട്, നോ വോയിഡ്സ് ലെഫ്റ്റ് ഔട്ട്, അത്തരത്തിലുള്ളൊരു സോയിൽ ആയിക്കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ സീവേജ് സിക്നസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സീവേജ് സിക്നസ് ഓഫ് ലാൻഡ്, സീവേജ് സിക്നസ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ നോ വേ അത് വീണ്ടും നമുക്ക് ലാൻഡ് ട്രീറ്റ്മെൻറ്റ്, ഡിസ്പോസൽ ബൈ ലാൻഡ് ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു ട്രീറ്റ് ദാറ്റ് ലാൻഡ്, മേക്ക് ഇറ്റ്, പ്രോസസ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എയറേറ്റഡ്. അത് വീണ്ടും പഴയ പോലെ വോയിഡ്സ് ഉള്ള പോറസ് ആയിട്ടുള്ള സോയിലായിട്ട് വീണ്ടും ട്രീറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വീണ്ടും സീവേജ് ഡിസ്പോസൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ വാട്ട് ആർ ദ മെത്തേഡ്സ് ദറ്റ് വി ക്യാൻ യൂസ് for treating it or preventing such type of sickness? So to prevent sewage sickness, first method what we can use is pre-treatment of sewage. അതായത് പ്രോപ്പർ ആയിട്ട് സീവേജ് ട്രീറ്റ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഡഡ് സോളിഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സോയിൽ പെട്ടെന്ന് ക്ലോഗ് ചെയ്യില്ല, പോറോസിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അത്യാവശ്യം വോയിഡ്സ് അവിടെ സോയിലിൽ ഉണ്ടാവും. അതുപോലെ ബിയോഡി ലോഡ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്തരത്തിലും നമുക്ക് അവിടെ സീവേജ് സിക്നസ് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. പിന്നെ പ്രൊവിഷൻ ഓഫ് എക്സ്ട്രാ ലാൻഡ്, അതായത് ഒരു തവണ നമ്മളൊരു പോർഷൻ സീവേജ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് അതിൻ്റെ പ്രോപ്പർ ഡികമ്പോസിഷൻ ഒക്കെ നടക്കുന്നത് വരെ വേറൊരു ലാൻഡിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ആൾട്ടർനേറ്റ് ലാൻഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് ഓരോ ലാൻഡിനും വൺസ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്, ആ പ്രോസസ് ഓഫ് ഡികമ്പോസിഷൻ എല്ലാം കഴിഞ്ഞ് അതിന് റെസ്റ്റ് പീരീഡും കിട്ടുവാണെങ്കിൽ ആ സമയത്ത് വേറൊരു ലാൻഡ് യൂസ് ചെയ്യുന്നു, വീണ്ടും ആ ലാൻഡ് ഡികമ്പോസിഷൻ പ്രോസസ്സിലേക്ക് നടക്കുമ്പോഴേക്കും വേറൊരു ലാൻഡ് യൂസ് ചെയ്യുന്നു, അങ്ങനെ റൊട്ടേഷൻ ബേസിൽ ലാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീവേജ് സിക്നസ് ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഡ്രെയിനേജ് ഓഫ് സോയിൽ. പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ, നല്ലൊരു ഇംപെർമിബിൾ സോയിൽ ആണെങ്കിൽ നമുക്ക് ഈ സീവേജ് സിക്നസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. കാരണം പെർക്കുലേഷൻ മെത്തേഡിൽ പ്രോപ്പറായിട്ട് അത് പെർക്കുലേറ്റ് ചെയ്ത് പോയിക്കോളും. സോ ദറ്റ് വിൽ ബി ദ പ്രോപ്പർ ചോയ്സ് ഓഫ് ലാൻഡ് ഓൾസോ. നല്ല രീതിയിൽ ഹൈപ്പർമെബിലിറ്റി സാൻഡി ലോമി സോയിൽ ആയിരിക്കണം നമ്മൾ എപ്പോഴും എടുക്കുന്നത്. ഒരു കാരണവശാലും സ്റ്റിക്കി സോയിൽ, അതായത് ക്ലേ സോയിൽ ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് റൊട്ടേഷൻ ഓഫ് ക്രോപ്സ്. റൊട്ടേഷൻ ഓഫ് ക്രോപ്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്രോപ്പിനും ഓരോ തരത്തിലുള്ള എലമെന്റ്സ് ആയിരിക്കും ആവശ്യം. അപ്പോൾ അത്തരത്തിൽ അത് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീവേജ് സിക്നസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ നമ്മൾ ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ ടില്ലിങ് ആൻഡ് പ്രോപ്പർ ബ്രേക്കിംഗ് ഓഫ് ക്ലോഡ്സ്, അതൊക്കെ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഡെപ്തിൽ ഇത് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. സീവേജ് ഒരു നേരിയ തിക്നെസ്സിൽ മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പം ചെറിയൊരു തിക്നെസ് ആകുമ്പോൾ പ്രോപ്പർ കോൺടാക്ട് വിത്ത് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന വിൽ ഹാപ്പൻ ഓവർ ദർ, സോ ദ ഡികമ്പോസിഷൻ വിൽ ബി സ്പീഡി. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ആപ്ലിക്കേഷന് പകരം ഇന്റർമീഡിയറ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കുക. ഓരോ തവണ ഡിസ്ചാർജും ട്രീറ്റ്മെന്റും പ്രോസസ്സും എല്ലാം ഡികമ്പോസിഷൻ പ്രോസസ്സും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ആ ലാൻഡ് ഒന്ന് ഡ്രില്ല് ചെയ്തെടുക്കാനും കൂടി ശ്രദ്ധിക്കുക. പക്ഷേ ഇനിയിപ്പോൾ ഒരു പക്ഷേ സീവേജ് സിക്നസ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ആ ലാൻഡ് ട്രീറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ക്ലോക്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കംപ്ലീറ്റ് ടില്ലിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അതിന് റീജുനേറ്റ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഒരു പെർട്ടിക്കുലർ റെസ്റ്റ് പീരീഡ് കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യും, ഫ്രഷ് സീവേജ് അപ്ലൈ ചെയ്യും. സോ ദാറ്റ് ദീസ് ആർ ദി മെത്തേഡ്സ് ദാറ്റ് വി ക്യാൻ യൂസ് ടു അവോയ്ഡ് സീവേജ് സിക്നസ്. അപ്പോൾ ലാൻഡ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. But we will start from next video onwards.